നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. മാനുഷിക പരിഗണന നൽകി തീരുമാനങ്ങൾ എടുക്കുന്നതാണ് അദാലത്തിന്റെ വിജയമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. കുട്ടനാട് താലൂക്കിൽ സംഘടിപ്പിച്ച കരുതലും കൈത്താങ്ങും പരാതി പരിഹാര പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കർഷകർ അവരിൽ നിക്ഷിപ്തമായ കർമ്മം കൃത്യമായി നിർവഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വിശക്കാതെ കഴിക്കുന്നതെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. നാലുപാടം പാടശേഖരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പി കൗണ്ടി പ്രീമിയർ ലീഗ് സീസൺ 7 താരലേലവും ലോഗോ പ്രകാശന കർമ്മവും നടത്തി. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് BG വിഷ്ണു ലോഗോയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും നാഷണൽ കരിയർ സർവീസിന്റെയും ആഭിമുഖ്യത്തിൽ പ്രയുക്തി എന്ന പേരിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA സലാം തൊഴിൽമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരംഭിക്കുമെന്നും മന്ത്രി. വാർത്തകൾ വിശദമായി. മാനുഷിക പരിഗണന നൽകി തീരുമാനങ്ങൾ എടുക്കുന്നതാണ് അദാലത്തിന്റെ വിജയമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കുട്ടനാട് താലൂക്കിൽ സംഘടിപ്പിച്ച കരുതലും കൈത്താങ്ങും പരാതി പരിഹാര പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വികസനത്തോടൊപ്പം ക്ഷേമവും എന്നതാണ് സർക്കാരിന്റെ നയമെന്നും അതിനാൽ പരാതി പരിഹാരവും ക്രിയാത്മകമായി നടക്കണമെന്നും ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അഭിപ്രായപ്പെട്ടു. ദുഃഖിക്കുന്ന സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകാൻ ചട്ടത്തിനും നിയമത്തിനും അപ്പുറത്ത് മാനുഷിക പരിഗണന കൂടി നൽകേണ്ടി വരും. ഉദ്യോഗസ്ഥർക്ക് കഴിയാത്ത ചില തീരുമാനങ്ങൾ അദാലത്തിൽ മന്ത്രിമാർക്കെടുക്കാൻ കഴിയുന്നു എന്നതാണ് അദാലത്തിന്റെ ഏറ്റവും വലിയ വിജയമെന്നും മന്ത്രി പറഞ്ഞു. കുട്ടനാട് താലൂക്ക് കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാം നടത്തിയ പ്രവർത്തനത്തിന്റെ ഒരു പരിശ്രമത്തിന്റെ വിജയം തന്നെയാണ്. പരാതികൾ പലതരത്തിലുള്ള പരാതികളാണ്. നിയമനിർമ്മാണം വഴി പരിഹരിക്കേണ്ട പരാതികളുണ്ട്. അതുപോലെ തന്നെ മധ്യസ്ഥതകൾ വഴി പരിഹരിക്കേണ്ട പരാതികളുണ്ട്. സർക്കാരിൻ്റെ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് പരിഹരിക്കേണ്ട പരാതികളുണ്ട്. ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതകൾ വെച്ച് പരിഹരിക്കേണ്ട പ്രദേശങ്ങളുണ്ട്. ഓരോ വകുപ്പിൻ്റെയും നിയമം അനുസരിച്ച് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് പരിഹരിക്കേണ്ട പരാതികളുണ്ട്. അപ്പോൾ ചട്ടങ്ങൾ, നിയമങ്ങൾ നമ്മൾ സൃഷ്ടിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന ശൈലി. ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാൻ ചട്ടങ്ങളും നിയമങ്ങളും തടസ്സമാകാൻ പാടില്ല. അത്തരത്തിലുള്ള ചട്ടങ്ങളോ നിയമങ്ങളോ തടസ്സമായി വന്നാൽ അതിനാവശ്യമായ ഭേദഗതി, നിയമനിർമ്മാണം നടപ്പാക്കിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ 4 വർഷം കേരളത്തിൽ ഈ ഗവൺമെൻറ് പ്രവർത്തിച്ചു. ചട്ടവും നിയമത്തിനും അപ്പുറത്തൊരു കാര്യമുണ്ട്, മനുഷ്യത്വം, മാനുഷിക മുഖം. നമ്മൾ ചെയ്യുന്ന കാര്യം മനുഷ്യന് വേണ്ടിയാണെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് കൃത്യമായി ആ തീരുമാനം എടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. ഈ കഴിഞ്ഞ 8 വർഷമായി ഏറ്റവും കൂടുതൽ സംസ്ഥാന ഗവൺമെൻറ് പണം നിക്ഷേപിച്ച മങ്കൊമ്പ് MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അദാലത്തിൽ കൃഷിമന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ADM ആശാ C എബ്രഹാം, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബിനു ഐസക് രാജു, MV പ്രിയ, സബ് കളക്ടർ സമീർ കിഷൻ, തഹസീൽദാർ PD സുധി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഗീത ബാബു, P അഞ്ജു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജിൻസി ജോളി, PK വേണുഗോപാൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MC പ്രസാദ്, TG ജലജകുമാരി, മിനി മന്മഥൻ നായർ, രേഷ്മ ജോൺസൺ, K സുരമ്യ, S അജയ്കുമാർ, ബിന്ദു ശ്രീകുമാർ, TK തങ്കപ്പൻ, TT സത്യദാസ്, നീനു ജോസഫ്, ഗായത്രി B നായർ, R രാജ്മോഹൻ, മറ്റ് തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അദാലത്ത് ആരംഭിച്ചു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. കർഷകർ അവരിൽ നിക്ഷിപ്തമായ കർമ്മം കൃത്യമായി നിർവഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വിശക്കാതെ കഴിക്കുന്നതെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. നാലുപാടം പാടശേഖരത്തിന്റെ അടിസ്ഥാന വികസന സൗകര്യ നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കർഷകൻ അവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മം കൃത്യമായി നിർവഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വിശക്കാതെ കഴിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ നെല്ല് വില 40 രൂപയെങ്കിലുമാക്കി ഉയർത്താൻ കേന്ദ്രം സന്മനസ് കാണിക്കണമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 1,30,00,000 രൂപ ചെലവിൽ പൂർത്തിയാക്കുന്ന അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ 4 പാടം പാടശേഖരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അല്ല, 50 കോടി രൂപയിൽ കൂടുതൽ കൃഷി വകുപ്പിൽ നിന്ന് തന്നെ ഈ മണ്ഡലത്തിലേക്ക് ഈ MLA വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇത് ചേർത്തലക്കാർ അറിയാതിരുന്നാൽ അറിയാതിരിക്കുന്നത് എൻ്റെ ഭാഗ്യമെന്ന്. ഇതിൻ്റെ 4-1 അവിടേക്ക് വന്നിട്ടില്ല. അങ്ങനെ നോക്കിയാൽ ഞാൻ ഒരു കാര്യം പറയാം, മന്ത്രിയുടെ മണ്ഡലം, വേറെ ഭരണകക്ഷി മണ്ഡലം, പ്രതിപക്ഷ മണ്ഡലം, അങ്ങനെയൊന്നുമല്ല ഒരു ഭരണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഗൗരവം കാണും. എവിടെയാണ് എൻ്റെ ആവശ്യകത എന്നുള്ളതിന് തന്നെ നമ്മൾ മുൻതൂക്കം കൊടുക്കണം. അതുകൊണ്ടാണ് 35 കോടി വേറെ എങ്ങോട്ടെങ്കിലും മാറ്റാമോ എന്നുള്ളത് ഞങ്ങൾ ആലോചിക്കാതിരുന്ന അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ കാർഷിക മേഖലയെ ബന്ധപ്പെട്ട നിരവധിയായ ഇടപെടൽ നടത്താനുണ്ട്. ഞാനിപ്പോൾ ഇന്ന് ഈ യോഗത്തിലതിന് മുമ്പ് നമ്മുടെ ഒരു മീറ്റിങ്ങിനൊക്കെ നമുക്ക് കയറി ഇരിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഓൺലൈൻ മീറ്റിംഗാണ്, കേന്ദ്രമന്ത്രി വിളിച്ച യോഗമാണ്. കേരളത്തിൻ്റെ കാര്യം അവതരിപ്പിക്കാനുള്ള സമയം പോലും നമുക്ക് തരത്തില്ല. ഏതാണ്ട് ഒരു 1:30 വരെയും നമ്മളെ യോഗത്തിൽ യോഗം തീർന്നു എന്ന് പറഞ്ഞാൽ അവരെഴുന്നേറ്റ് പോകും. നമ്മളപ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കാര്യങ്ങൾ കേൾക്കാൻ പോലും പലപ്പോഴും പലയിടങ്ങളിലും തയ്യാറാവുന്നില്ല. പക്ഷേ നമുക്ക് നമ്മുടെ കാർഷിക മേഖലയെ സഹായിച്ചേ മതിയാവുള്ളൂ. കൃഷിക്കാരൻ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് നിന്നേ മതിയാവുള്ളൂ. അതിനാവശ്യമായ സംരക്ഷണങ്ങൾ ഒരുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്വവും ബാധ്യതയുമാണ്. കാരണം ആ കൃഷിക്കാരൻ്റെ ഈ പ്രവൃത്തി കൊണ്ടാണ് നമ്മുടെ എല്ലാം ഏറ്റവും പ്രമുഖമായൊരു പ്രശ്നം പരിഹരിക്കുന്നത്. കൃഷിക്കാരൻ നിൽക്കുന്നത് കൊണ്ടാണ്, കൃഷിക്കാരൻ സജീവമായി രംഗത്ത് നിൽക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ്റെ ഏറ്റവും സുപ്രധാനമായ പ്രശ്നത്തിൻ്റെ പരിഹാരം ഉണ്ടാകുന്നത്. അത് വിശപ്പെന്നുള്ള പ്രശ്നത്തിൻ്റെ പരിഹാരമാണ്. കേരളം പോലൊരു സംസ്ഥാനത്ത് നെൽകൃഷി നടത്തുന്നതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി അതിന് അനുസൃതമായ സഹായം ലഭ്യമാക്കുകയാണ് വേണ്ടത്. വിപണിയിലെത്തുന്ന ഏതുൽപ്പന്നത്തിൻ്റെ വിപണി വില ഉൽപ്പാദകന് തീരുമാനിക്കാമെന്നിരിക്കെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിൻ്റെ വിപണി വില കർഷകന് നിശ്ചയിക്കാൻ അവകാശമില്ല എന്നത് വിരോധാഭാസമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പോട്ടത്തറ പാലത്തിന് സമീപം ചേർന്ന സമ്മേളനത്തിൽ അമ്പലപ്പുഴ MLA ചുസലാം അധ്യക്ഷത വഹിച്ചു. KLDC ചെയർമാൻ PV സത്യനേശൻ, ജില്ലാ പഞ്ചായത്ത് അംഗം P. അഞ്ജു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ദീപ, സ്ഥിരസമിതി അധ്യക്ഷൻ പ്രജിത് കാരിക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VR അശോകൻ, 4 പാടം പാടശേഖര സമിതി സെക്രട്ടറി D. സതീശൻ, നാനാക്കേട് പാടശേഖര സമിതി സെക്രട്ടറി S. അനിൽ തോട്ടാങ്കര, അസിസ്റ്റന്റ് എഞ്ചിനീയർ S. പാർവതി എന്നിവർ സംസാരിച്ചു. പ്രോജക്ട് എഞ്ചിനീയർ S. വിനോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. ഹാരിസ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ആലപ്പി കൗണ്ടി പ്രീമിയർ ലീഗ് സീസൺ 7ന്റെ താരലേലവും ലോഗോ പ്രകാശന കർമ്മവും നടത്തി. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് VG വിഷ്ണു ലോഗോയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റ് VK നാസറുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷനായി. ആലപ്പി കൗണ്ടി പ്രീമിയർ ലീഗ് സീസൺ 7ന്റെ താരലേലവും ലോഗോ പ്രകാശന കർമ്മവും നടത്തി. ആലപ്പുഴ വെറ്റക്കാരൻ ജംഗ്ഷന് സമീപം നടന്ന ചടങ്ങിൽ നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ താരലേല ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പുതിയ തലമുറയില് ഒരുപാട് പരിമിതികളുള്ള ഒരു നഗരമാണ്. പ്രത്യേകിച്ച് കായിക മേഖലയിൽ കായിക താരങ്ങൾക്ക് പരിശീലനം നേടുന്നതിനെല്ലാം ഉൾപ്പെടെ ഭൂമിയുടെ ലഭ്യതക്കുറവ് ഒരു വലിയ പ്രശ്നമായി ഇന്ന് നാം നമ്മുടെ കായിക മേഖല അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ആ പരിമിതികളെല്ലാം ഉള്ളപ്പോഴും നമ്മുടെ താരങ്ങളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും പുതിയ താരങ്ങളെ വാർത്തെടുക്കുന്നതിനുമെല്ലാം ആലപ്പുഴയിലെ ക്ലബ്ബുകൾ നടത്തുന്ന ഇടപെടലുകൾ, പ്രത്യേകിച്ച് ഈ ടൂർണമെന്റിന്റെ സംഘാടകർ നടത്തുന്ന ഇടപെടലുകളെല്ലാം വളരെ ഗൗരവത്തിൽ തന്നെ നമുക്ക് വീക്ഷിക്കാൻ കഴിയുന്നതാണ്. ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് VG വിഷ്ണു ആലപ്പി കൗണ്ടി പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് സീസൺ 7ന്റെ ലോഗോ പ്രകാശനം ചെയ്തു. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈന് നൽകിക്കൊണ്ടാണ് ലോഗോ പ്രകാശനം നിർവഹിച്ചത്. ക്ലബ് പ്രസിഡന്റ് VK നാസറുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ കൗൺസിലർ B. നസീർ സംസാരിച്ചു. ക്ലബ് സെക്രട്ടറി MD ബിലാൽ സ്വാഗതവും ക്ലബ് എക്സിക്യൂട്ടീവ് അംഗം ഉനൈസ് നന്ദിയും പറഞ്ഞു. 16 ടീമുകൾ അണിനിരക്കുന്ന മത്സരത്തിനായി ടീം മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച വൈകിട്ട് ആരംഭിച്ച താരലേല നടപടികൾ തിങ്കളാഴ്ച പുലർച്ചെ വരെ നീണ്ടു. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും നാഷണൽ കരിയർ സർവീസിന്റെ ആഭിമുഖ്യത്തിൽ പ്രയുക്തി എന്ന പേരിൽ തൊഴിൽ മേള നടത്തി. H. സലാം MLA തൊഴിൽ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും നാഷണൽ കരിയർ സർവീസിന്റെയും ആഭിമുഖ്യത്തിൽ
പ്രയുക്തി എന്ന പേരിൽ സംഘടിപ്പിച്ച തൊഴിൽമേളയിൽ 326 ഉദ്യോഗാർത്ഥികൾക്ക് വിവിധ സ്ഥാപനങ്ങളിൽ തൊഴിലവസരം ലഭിച്ചു. 1013 പേരെ ഷോർട്ട് ലിസ്റ്റും ചെയ്തിട്ടുണ്ട്. 1517 ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്ത മേളയിൽ 57 സ്ഥാപനങ്ങൾ ഉദ്യോഗദായകരായെത്തി. പുന്നപ്ര മാർ ഗ്രിഗോറിയസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച തൊഴിൽമേള എച്ച്.എസ്. എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി.ജി. സൈറസ് ചടങ്ങിൽ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനചന്ദ്രൻ, മാർ ഗ്രിഗോറിയസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോച്ചൻ ജോസഫ്, HR മാനേജർ വിനോദ് ടോമി, കുട്ടനാട് ടൗൺ എംപ്ലോയ്മെന്റ് ഓഫീസർ S. ദീപ, വൊക്കേഷണൽ ഗൈഡൻസ് വിഭാഗം എംപ്ലോയ്മെന്റ് ഓഫീസർ PR അമ്പിളി, ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ ലിഷ വർഗീസ് എന്നിവർ സംസാരിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ KM മാത്യൂസ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരംഭിക്കുമെന്നും മന്ത്രി ചടങ്ങിൽ പറഞ്ഞു. രോഗത്തിന് മുന്നിൽ ഒരാളും നിസ്സഹായരായി നിൽക്കരുതെന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായി താലൂക്ക് ജില്ലാ ആശുപത്രികളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു വരികയാണെന്നും കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സൗകര്യം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആരംഭിക്കുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിപ്രായപ്പെട്ടു. കായംകുളം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്വകാര്യ മേഖലയിൽ ലക്ഷക്കണക്കിന് നമ്മുടെ MLA ഓഫീസിലൊക്കെ ആളുകൾ വന്നിട്ട് ഫോമൊക്കെ ഒപ്പിടിപ്പിക്കാനായിട്ട് വരും. അപ്പം അവർ ലക്ഷക്കണക്കിന് രൂപ 40-45 ലക്ഷം രൂപ സ്വകാര്യ മേഖലയിൽ വേണമെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിന്ന നിൽപ്പിൽ 45 ലക്ഷം രൂപ എവിടെ നിന്ന് നമ്മൾ കണ്ടെത്തും? അപ്പോൾ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പോലെ ഒരുപാട് പണച്ചെലവുള്ള വലിയ സങ്കീർണമായിട്ടുള്ള കുറച്ചുകൂടി സങ്കീർണമാണ്. അപ്പോൾ അത് സർക്കാർ മേഖലയിൽ എന്തുകൊണ്ട് നടത്തിക്കൂടാ? അങ്ങനെ അതിനുവേണ്ടി പ്രവർത്തനം ആരംഭിച്ചു. 2022 കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നമ്മൾ ആദ്യമായി സൗജന്യമായി നടത്തി. തിരുവനന്തപുരത്ത് നടത്തുന്നു. കോഴിക്കോട് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു. ആലപ്പുഴയിൽ നമ്മൾ ആരംഭിക്കും. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ കാര്യമാണ് പറഞ്ഞത്. ഇത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ്. ആ മാറ്റം ഈ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് ആ നയം? രോഗത്തിൻ്റെ മുന്നിൽ ഒരാളും നിസ്സഹായരായി നിരാലംബരായി പോകരുത്. അവരെ നമുക്ക് ചേർത്ത് പിടിക്കണം. കായംകുളം MLA അഡ്വക്കേറ്റ് U. പ്രതിഭ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷ P. ശശികല, ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ഡോക്ടർ KJ റീന, കായംകുളം നഗരസഭാ വൈസ് ചെയർമാൻ J. ആദർശ്, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് ഫർസാന ഹബീബ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ്, NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കോശി C. പണിക്കർ, സ്ഥിരം സമിതി അധ്യക്ഷരായ മായാദേവി, S. കേശുനാഥ്, PS. സുൽഫിക്കർ, ഷാമില ആനിമോൻ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ S. ഷാജി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉദ്ഘാടന യോഗത്തിൽ സംബന്ധിച്ചു. എച്ച്.എസ്. എം.എൽ.എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി സ്കൂളുകൾക്കും ലൈബ്രറികൾക്കും LCD പ്രൊജക്ടറുകൾ നൽകി. മണ്ഡലത്തിലെ 15ഓളം സ്കൂളുകൾക്കും 12 ലൈബ്രറികൾക്കും ഉൾപ്പെടെ 27 സ്ഥാപനങ്ങൾക്കാണ് പ്രൊജക്ടറുകൾ വിതരണം ചെയ്തത്. എച്ച്.എസ്. എം.എൽ.എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി സ്കൂളുകൾക്കും ലൈബ്രറികൾക്കും LCD പ്രൊജക്ടറുകൾ നൽകി. മണ്ഡലത്തിലെ 15 സ്കൂളുകൾക്കും 12 ലൈബ്രറികൾക്കും ഉൾപ്പെടെ 27 സ്ഥാപനങ്ങൾക്കായി 49,915 രൂപ വീതം വില വരുന്ന 13.47 ലക്ഷത്തിൽ പരം രൂപയുടെ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. എച്ച്.എസ്. എം.എൽ.എ പ്രൊജക്ടറുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രന്ഥശാലകളുടെ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തുടക്ക സമയം മുതൽ തന്നെ നമ്മൾ ആ തരത്തിലുള്ള സമീപനം പൊതുവായി സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനകം ഏതാണ്ട് 1,23 ലക്ഷം രൂപയുടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ അമ്പലപ്പുഴ മണ്ഡലത്തിലെ സ്കൂളുകൾക്കും അതുപോലെ ഗ്രന്ഥശാലകൾക്കുമായി ഇതുവരെയുള്ള മൊത്തം കണക്കെടുത്താൽ അത്രയും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ മാത്രമായി നൽകുന്നത് 13,47,705 രൂപയുടെ പ്രൊജക്ടുകളാണ് ഇവിടെ വിതരണം ചെയ്യപ്പെടുന്നത്. 12 ലൈബ്രറികൾക്കും 15 സ്കൂളുകൾക്കുമായിട്ടാണ് വിതരണം ചെയ്യപ്പെടുന്നത്. നിങ്ങളുടെ പ്രസംഗം മാറ്റിയത് ഇതിന്റെ സംഗതി അവിടെ എത്തിയത് കൊണ്ടുള്ള പദ്ധതിന്റെ കുഴപ്പമില്ലെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും അറിയാൻ വേണ്ടിയിട്ടാണ്. ചില ലൈബ്രറിയിൽ ആബ്സെന്റാണ് ഇവിടെ പേര് വിളിച്ചപ്പോൾ, ചില സ്കൂളും ആബ്സെന്റ് ആയിരുന്നു. അതിനുശേഷം ആരെങ്കിലും വന്നിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ജനങ്ങളുടെ പൈസയാണ് ഗവൺമെന്റ് ഫണ്ടെന്ന് പറയുന്നത്. എളുപ്പമായ ഫണ്ടാണ്. നമ്മുടെ ആണെങ്കിൽ പൈസ വ്യക്തിപരമായി MLA പൈസയല്ല, ജനങ്ങളുടെ പൈസയാണ്.
അതുപോലെ സ്കീമുകളാക്കി ശരിയായ വണ്ണം യഥാസമയത്ത് കൃത്യമായി ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന വിധത്തിലേക്ക് അത് വിതരണം ചെയ്യപ്പെടുക എന്നുള്ള ഉത്തരവാദിത്വമാണ് ജനങ്ങളെ ഏൽപ്പിച്ചത്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ് അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സജിത സതീശൻ, PG സൈറസ്, ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാർ മാക്കിയിൽ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ M ഷീജ, S ഫാഹിദ്, രാജഗോപാൽ, ശില്പ S പ്രഭു എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഹമീദ് കുട്ടി ആശാൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാനുഷിക പരിഗണന നൽകി തീരുമാനങ്ങൾ എടുക്കുന്നതാണ് അദാലത്തിന്റെ വിജയമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കുട്ടനാട് താലൂക്കിൽ സംഘടിപ്പിച്ച കരുതലും കൈത്താങ്ങും പരാതി പരിഹാര പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കർഷകർ അവരിൽ നിക്ഷിപ്തമായ കർമ്മം കൃത്യമായി നിർവഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വിശക്കാതെ കഴിക്കുന്നതെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. നാലുപാടം പാടശേഖരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പി കൗണ്ടി പ്രീമിയർ ലീഗ് സീസൺ 7 താരലേലവും ലോഗോ പ്രകാശന കർമ്മവും നടത്തി. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് VG വിഷ്ണു ലോഗോയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും നാഷണൽ കരിയർ സർവീസിന്റെയും ആഭിമുഖ്യത്തിൽ പ്രയുക്തി എന്ന പേരിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA സലാം തൊഴിൽമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരംഭിക്കുമെന്നും മന്ത്രി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.